ഹായ് മക്കളെ, നമ്മുടെ അടുത്ത GIB എക്സാം ഇങ്ങെത്തി. ഈ മാസം 30-ാം തീയതിയാണ് നമ്മുടെ GIB എക്സാം നടക്കാൻ പോകുന്നത്. നിങ്ങളൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ? എടാ, നമ്മുടെ കഴിഞ്ഞ GIB എക്സാമിൽ നിങ്ങൾ കുറേ മിസ്റ്റേക്സ് ഒക്കെ വരുത്തിയിരുന്നു. കുറേ കുട്ടികളുടെ അടുത്ത് നമ്മൾ കുറേ പരാതികൾ കേട്ടിരുന്നു. അവർക്ക് ആക്ച്വലി ടൈം നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ല, ആൻസേഴ്സ് ഒക്കെ ബബിൾ ചെയ്തപ്പോൾ മാറിപ്പോയി, അതുകൊണ്ട് പ്രതീക്ഷ സ്കോർ എത്തിയില്ല എന്നൊക്കെ സങ്കടങ്ങൾ നമ്മൾ കേട്ടിരുന്നു. ഇതൊരു അവസരമാണ്. ഈ അവസരം നിങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കണം. നമ്മുടെ രണ്ടാമത്തെ GIB. അപ്പോൾ കഴിഞ്ഞ GIBയിൽ നിങ്ങൾ എന്തൊക്കെയാണോ മിസ്റ്റേക്ക് വരുത്തിയത് അത് മുഴുവൻ നമുക്ക് മാറ്റാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഇത്തവണ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ കൃത്യമായി ക്വസ്റ്റ്യൻസ് വായിക്കുക. നോട്ട് കറക്റ്റ് എന്നും ഇൻകറക്റ്റ് എന്നും ഒക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് വായിക്കുക. എന്നിട്ട് മാറിപ്പോവാതെ കിട്ടുമ്പോൾ തന്നെ ഉത്തരം മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഉത്തരം എപ്പോഴും അവസാനം മാർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് തെറ്റിപ്പോവുക. കാരണം ഒരെണ്ണം മാറിപ്പോയാൽ പിന്നെ അങ്ങോട്ടേക്ക് അങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് കിട്ടുമ്പോൾ തന്നെ ഉത്തരങ്ങൾ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കുറേ കുട്ടികൾ പറഞ്ഞാണ് ടൈം മാനേജ്മെൻറ്റ്. അതൊരു വല്ലാത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷനെ നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളും പേടിക്കുന്ന ഒരു കാര്യമാണ് ടൈമിൽ ചെയ്ത് തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. എടാ, കിട്ടുന്ന എളുപ്പമുള്ള ചോദ്യങ്ങൾ ആദ്യം ചെയ്ത് തീർക്കുക, എന്നിട്ട് മാത്രം വിഷമമുള്ളതിലേക്ക് പോവുക. അങ്ങനെ മാനേജ് ചെയ്താൽ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് മാനേജ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് രണ്ടും നിങ്ങൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ക്ലിയർ ആണോ? പിന്നെ നമ്മുടെ ഈ ഒരു പരീക്ഷനെ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. കാരണം നമുക്ക് ഇനി വരാൻ പോകുന്ന എൻട്രൻസ് എക്സാമിന് മുന്നോടിയായിട്ട് നടക്കുന്ന എക്സാമുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊരു പ്രാക്ടീസ് പേപ്പർ ആണെന്ന് ചിന്തിക്കരുത്. ഇതൊരു റിയൽ JEE നീറ്റ് എക്സാം പാറ്റേണിൽ തന്നെ നടത്തുന്ന പരീക്ഷകളാണ്. അതുകൊണ്ട് JEEയിൽ ഇപ്പോൾ നമ്മൾ സൂപ്പർ കിങ്സ് ബാച്ചുകളൊക്കെ ആണെങ്കിൽ CBT എക്സാം നടത്തുന്നതന്നെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ റിയൽ JEE നീറ്റ് എക്സാം പാറ്റേണിൽ നടക്കുന്ന പരീക്ഷകളാണിത്. അതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾ ആ പരീക്ഷയ്ക്ക് കൊടുക്കണം. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് വരാനും പരീക്ഷ എഴുതാനും. നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഫൈനൽ ലാപ്പിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫിസിക്സ് മാത്സ് പോലത്തെ സബ്ജക്റ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ഫോർമുലാസൊക്കെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ബയോളജി പോലത്തെ ഒരു സബ്ജക്റ്റിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ ഡയഗ്രാംസോ അതിലുള്ള ഡെഫിനേഷൻസൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പഠിക്കുക. കാരണം അതൊന്നും മാറിപ്പോവാതെ, ആ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാറിപ്പോവാതെ എഴുതാൻ നമുക്ക് പറ്റണം. കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഏരിയയിൽ നിന്നാണ് കുറേ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആക്ച്വലി എന്ത് ചെയ്യണം, ഇക്വേഷൻസിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ഓണം വെക്കേഷൻസ് ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. സോ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സമയം അധികം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാതെ പഠിത്തത്തിന് വേണ്ടി ഉപയോഗിക്കുക. നന്നായിട്ട് പോയി നിങ്ങളുടെ പരീക്ഷ എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. താങ്ക് യു.